ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ടോപ്പ് നിഫ്റ്റി ട്രേഡർ ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്കറിയാം, ഞാൻ കുറേ അധികം ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു ഫ്യൂ വീക്സ് ആയി ഞാൻ ഒരു പുതിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള വേറെ കുറച്ച് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു പാരലി. അപ്പോൾ എനിക്കധികം ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ പുതിയ വീഡിയോസ് ഒന്നും തന്നെ ഷെയർ ചെയ്യാതിരുന്നത്. അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങും എനിക്ക് വേറെ അധികം ദിവസങ്ങളിലൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 2-3 ദിവസം മാത്രമാണ് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നലെ മുതൽ ഞാൻ വീണ്ടും ബാക്ക് ടു ഫോമായി ഞാൻ ട്രേഡ് ചെയ്തു തുടങ്ങി. നിങ്ങൾ തംബ്നെയിലിൽ കാണുന്ന പോലെ തന്നെ ക്വിക്ക്, ഒരു ലോ ക്യാപിറ്റലിൽ വളരെ ക്വിക്കായിട്ട് ഒരു സ്കാൽപ്പിംഗ് പോലെ ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് 15K മാത്രം ക്യാപിറ്റൽ വെച്ചുകൊണ്ട് എനിക്ക് മാക്സിമം ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഞാൻ 1432 രൂപ ഇന്നലെ നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ സമ്പാദിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എല്ലാം കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കണം ടിക്ക് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇനി ഡെയിലി ഞാൻ മാക്സിമം പരമാവധി ഡെയിലി ട്രേഡ് ചെയ്യാനും അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് തരാനും അതുകൂടാതെ തന്നെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ സ്ട്രാറ്റജീസ് നിഫ്റ്റിയിൽ മാത്രമല്ല ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്രിപ്റ്റോ കറൻസി, കമ്മോഡിറ്റി, ക്രൂഡ് ഓയിൽ, നാഷണൽ NG, അങ്ങനെ എല്ലാത്തിലും ഉള്ള പല പല പുതിയ പുതിയ സ്ട്രാറ്റജീസ്, പുതിയ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ട്രേഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് അതനുസരിച്ച് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറൻസ് വീഡിയോസ് എനിക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇന്നലെ ഞാൻ നിഫ്റ്റി ട്രേഡ് ചെയ്തു. ഞാൻ വാങ്ങിച്ചത് ആക്ച്വലി 24,500 PE ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഞാൻ PE എടുത്തു, ഏകദേശം എവിടെ നിന്നാണ് ഞാൻ PE എടുത്തത്, ഓക്കെ, ഞാൻ ഡീറ്റെയിലായിട്ട് കിടക്കാം. സോ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. ഓക്കെ, ഇതിൻ്റെ ഇത് വെച്ചുകൊണ്ട് നിങ്ങളൊരു സ്ട്രാറ്റജി മനസ്സിൽ കണ്ട് നിങ്ങൾ ബ്ലൈൻഡ്ലി ഒരു ട്രേഡ് നിങ്ങൾ എടുക്കരുത്. കാരണം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മേ ബി ഞാൻ ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ആഡ് ഓൺ ചെയ്ത് അതിൻ്റെ അക്യുറസി കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സർട്ടിഫൈഡ് എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇത് ബ്ലൈൻഡ്ലി ഒരിക്കലും ഒരു ട്രേഡും എടുക്കരുത്. ഓക്കെ, കാരണം ഞാൻ ട്രേഡ് എടുക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ നോളജും വെച്ചിട്ടാണ്. കാരണം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടാതെ എനിക്ക് എൻ്റെതായ ഒരു ചെക്ക് ലിസ്റ്റ് കൂടിയുണ്ട്. ആ ചെക്ക് ലിസ്റ്റിൽ കാണുന്ന കാര്യങ്ങളും കൂടെ അക്സെപ്റ്റ് വരുമ്പോൾ മാത്രമാണ്, മീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനൊരു ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ മാക്സിമം നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആ വെരിഫൈഡ് PNL കാണിക്കാം. ഓക്കെ, ഞാൻ വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തംബ്നെയിലിട്ട് കുറേ ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടി മാത്രമല്ല ഇടുന്നത്. ഞാൻ റിയൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിയൽ പ്രോഫിറ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വെരിഫൈഡ് PNL കാണാൻ സാധിക്കുന്നതാണ്. സോ യെസ്, ഇതാണ് ആ ലിങ്ക്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എൻ്റെ വെരിഫൈഡ് PNL, അതിൻ്റെ ഡേറ്റ് കാണാൻ പറ്റും, ഞാൻ എത്ര ക്വാണ്ടിറ്റി എടുത്തു എന്ന് കാണാൻ പറ്റും, എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഞാൻ വീഡിയോയിൽ തംബ്നെയിലിൽ വെച്ചതുപോലെ തന്നെ ഞാനിതാ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 24,500 PE ആണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി ഞാനൊരു ഓപ്ഷൻ ബയ്യറാണ്. ഓക്കെ, ഞാനൊരു ഓപ്ഷൻ സെല്ലിങ് ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എസ്പെഷ്യലി എൻ്റെ ഫൈനൽ സ്ട്രാറ്റജി വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ഓപ്ഷൻ ബൈയിങ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തൽക്കാലം ഇന്നലത്തെ ട്രേഡിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ CPR ആൻഡ് RSI. ഓക്കെ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ നിങ്ങൾക്ക് CPR
മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് CPRന്റെ ഡാറ്റ കിട്ടും. സോ എപ്പോഴും CPRന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പ്രീവിയസ് ഡേ CPRും നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ഡേ CPRും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആ CPRന്റെ വാല്യൂ താഴേക്ക് വന്നു അല്ലേ? തലേ ദിവസത്തെ യെസ്റ്റർഡേ CPRനെയും ട്രേഡ് ചെയ്യുന്ന ഓഗസ്റ്റ് 8 CPRനെ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ താഴേക്ക് വന്നു. അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ കാണാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പേ തന്നെ CPRന്റെ വാല്യൂ കമ്പയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടും, ഒരു സെല്ലിംഗ് പ്രഷർ അവിടെയുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് മിനിറ്റിൽ യെസ്റ്റർഡേ RSI ക്ലോസ് ചെയ്തേക്കുന്നതും ഓൾമോസ്റ്റ് ഓവർ ബോട്ട് റീജിയനിലാണ്. ഓക്കെ, 80+ലാണ് അത് സെല്. സോ ഇത് രണ്ടും വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ മാർക്കറ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ്, അത് വെച്ച് മാത്രം നമുക്ക് ഡയറക്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ പോയി സെല് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം നമ്മുടെ ട്രേഡിംഗ് ഡേയിൽ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രൈസ് നിൽക്കുന്നത്, ആ സെല്ലിങ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സെൽ ട്രേഡ് എടുക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ചാടി കയറി ബ്ലൈൻഡ്ലി എടുക്കാറില്ല. ഓക്കെ, സോ ഞാൻ വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൈസ് CPRന്റെ താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. യെസ്, ഓൾമോസ്റ്റ് ഒരു 9:45 കഴിഞ്ഞപ്പോഴത്തേക്കും CPRന്റെ താഴെ ക്ലോസ് ചെയ്തു. സോ എല്ലാം കൊണ്ടും ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സെൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്തു. സെയിം ടൈം ഞാൻ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് RSIയുടെ ലെവലിൽ ഞാൻ നോക്കും. ഓക്കെ, കാരണം RSI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RSI കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സെല്ലിംഗ് ആണല്ലോ. സോ സെല്ലിങ്ങിന്റെ പോയിന്റിൽ RSI ഒരിക്കലും ഒരു 20 താഴെ വരാൻ പാടില്ല. 20-30 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ട്രേഡ് എടുക്കാൻ പാടില്ല എന്നല്ല, ബട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ,